എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇന്ന് സാധാരണക്കത്തെ ഒരു കാർട്ടൂൺ വരയ്ക്കുന്ന ഡെമോൺസ്ട്രേഷനല്ല, മറ്റൊരു രീതിയിലാണ്. അതായത് നമ്മുടെ ചരിത്ര തോൽവിയുമായിട്ട് നമ്മുടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും LDF ഓരോരോ കാരണങ്ങൾ, ഈ തോൽക്കാനുണ്ടായ കാരണങ്ങളെപ്പറ്റി ഓരോരോ പഴിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവരെ പഴി. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രിയും മറ്റേ MV ഗോവിന്ദനുമൊക്കെ കോൺഗ്രസ്സുകാരെ ഉപദേശിക്കുമായിരുന്നു, ഇനി അഹങ്കാരമൊന്നും പാടില്ല, നേരെ മര്യാദയായിട്ടൊക്കെ നടന്നാലേ ഇനി ഭാവിയുള്ളൂ എന്നൊക്കെ. ഇവരൊക്കെ ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ ഉപദേശിക്കാൻ, ഇവരുടെ ഉളുപ്പില്ലായ്മയെ പറ്റി നമുക്ക് ലജ്ജിക്കാനേ കഴിയുള്ളൂ. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചത് ക്രിസ്ത്യാനികൾ വോട്ട് മറിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ട് മറിച്ചുകൊണ്ടാണ്. ഇങ്ങനെ ചില മുടന്തൻ ന്യായങ്ങളൊക്കെയാണ് ഇവർ എഴുന്നള്ളിക്കുന്നത്. ഇനി അവിടുത്തെ മേയർ BJPയുടെ കൂടെ നിന്നു എന്നാണ് CPI സ്ഥാനാർത്ഥി പറയുന്നത്, അവിടെ മത്സരിച്ച്. അപ്പോൾ അങ്ങനെ ഈ തോറ്റ കാരണങ്ങളൊന്നും അല്ല, തോൽക്കാനുണ്ടായ യഥാർത്ഥ കാരണങ്ങളൊന്നും അല്ല ഇവർ പറയുന്നത്. ഇവർ എത്ര ചർച്ച ചെയ്താലും എന്തെല്ലാം മീറ്റിംഗ് കൂടിയാലും ഈ യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ച് ഇവർ മിണ്ടത്തില്ല. അതായത് രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാനായിട്ട് കട്സുള്ള ഒരു നേതാവും CPM-നകത്ത് ഇല്ല. അപ്പോൾ ബാക്കി ചില മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് കൈയടിച്ച് പാസ്സാക്കുക എന്നുള്ള ഒരു കർമ്മമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? ഞാൻ വരച്ച കാർട്ടൂണിനകത്ത് തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇവരുടെ തോൽവിക്ക് കാരണമായ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ പഴയ കാർട്ടൂണുകൾ കാർട്ടൂണുകളിലൂടെ ഒരു ഓട്ടപ്രദർശനം നടത്തുകയാണ്. അത് ഇവരുടെ തോൽവിക്കുണ്ടായ കാരണങ്ങൾ ഈ കാർട്ടൂണുകൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി, ധൂർത്ത്, കരുവന്നൂർ ബാങ്കിൻ്റെ കൊള്ള, ഗുണ്ടായിസം, അങ്ങനെ നിരവധി കാരണങ്ങളുണ്ട്. ഇതൊക്കെയാണ് യഥാർത്ഥ കാരണങ്ങൾ. ഇതാണ് ജനങ്ങൾ പരസ്പരം പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇവരുടെ സപ്ലൈകോയിലൊന്നും സാധനങ്ങളൊന്നും കിട്ടാനേ ഇല്ല. നമ്മുടെ പുറത്തിറങ്ങാനായിട്ട് നമ്മുടെ റോഡെല്ലാം കംപ്ലീറ്റ് തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ്. അതിനെല്ലാം ഓരോ മുടന്തൻ ന്യായങ്ങളുണ്ട്. അഴിമതിയാണെങ്കിൽ പിന്നെ ഓരോ ദിവസവും ഓരോരോ അഴിമതികളാണ് പുറത്തു കൊണ്ടുവരുന്നത്. മാസപ്പടി കേസ്, അങ്ങനെ നിരവധി കാരണങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കാരണം വരുമ്പോൾ ഇതിനൊക്കെ ഒരു നേരായ മറുപടിയോ അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് തൃപ്തി ഉണ്ടാക്കുന്ന ഒരു മറുപടിയോ അല്ല ഭരണക്കാർ പറയുന്നത്. ധാർഷ്ട്യമാണ്, ഭയങ്കര ധിക്കാരമാണ് സംസാരിക്കുന്നത്. ഇതൊക്കെയാണ് ഇവർ തോൽവിയുടെ കാരണങ്ങൾ. പക്ഷേ ഇവർ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് മറ്റു കാര്യങ്ങളായിരിക്കും. ഇതിപ്പം തോൽവി ഒരു പുതിയ കാര്യമൊന്നുമല്ല, ഇനിയും ഇലക്ഷൻ വരും, അപ്പം ഞങ്ങൾ ജയിച്ചോളാം എന്നൊക്കെയാണ് ന്യായീകരണങ്ങൾ. അതേതായാലും നമുക്ക് ഇവരുടെ തോൽവിക്കുണ്ടായ കുറേ കാര്യങ്ങൾ, ഞാൻ വരച്ച കാർട്ടൂണിലുള്ള കുറച്ച് കാര്യങ്ങൾ, എല്ലാ കാർട്ടൂണുകളും ഉൾപ്പെടുത്താനായിട്ടില്ല. നമ്മൾ ഈ ചെറിയൊരു സമയം കൊണ്ട് തപ്പിയെടുത്ത കുറച്ച് കാർട്ടൂണുകൾ, പഴയ കാർട്ടൂണുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഈ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയത്തിൻ്റെ കാരണം ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ. ഇവർ ഈ കാരണം ചർച്ച ചെയ്യാനും തിരയാനും ഒക്കെ പഠന സംഘത്തെയും അന്വേഷണ സംഘത്തെയും ആഴത്തിൽ പഠിക്കാനൊക്കെ ആയിട്ട് കമ്മിറ്റിയൊക്കെ വയ്ക്കുകയാണ്. പക്ഷേ നമുക്ക് ചില കാർട്ടൂണുകൾ കാണാം, ഈ തോൽവിക്ക് കാരണമായ ചില കാർട്ടൂണുകൾ. പക്ഷേ ഇവർക്കതൊന്നും അറിയത്തില്ല. നമ്മൾ ഈ ഓരോ സംഭവം നടന്നപ്പം ഞാൻ വരച്ച ചില കാർട്ടൂണുകളാണിത്. അപ്പോൾ ഇതിൻ്റെ ഓരോ കാർട്ടൂണുകൾ കണ്ടാൽ നമുക്കറിയാം എന്താ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർ തോറ്റത്. കേരളത്തിൻ്റെ നിലനിന്നിരുന്ന സാഹചര്യം ഇതാണ്: സ്വാധീനപക്ഷപാതം, അഴിമതി, പീഡനം, പോലീസ് അതിക്രമം ഒക്കെ ഇതിൻ്റെ പുറത്താണ് കേരളം കിടന്നത്. ഇതെല്ലാം കണ്ട് നിസ്സഹായനായിട്ട് ജനം നിൽക്കുകയായിരുന്നു. ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് വരെ PSC റാങ്ക് ലിസ്റ്റിലെ വന്ന ഉദ്യോഗാർത്ഥികളുമായിട്ടുണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിൻ്റെ വാതിൽക്കൽ ഇങ്ങനെ വിവിധ തരം സമരമുറകൾ കൊണ്ട് അവർ ഒരുപാട്
ത്യാഗം സഹിച്ചു. പക്ഷെ എന്നിട്ടും PSC റാങ്കുകൾ പകുതിയാക്കി ചുരുക്കുകയാണ് സർക്കാർ ചെയ്തത്. അഴിമതിക്കാരെ ഇപ്പം തന്നെ ശിക്ഷയ്ക്ക് മൂക്കിക്കയറ്റി വെടിവെക്കുമെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ സംഭവം ഇങ്ങനെയാണ്. അഴിമതിയുടെ വായിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം പറഞ്ഞത്. എന്തെല്ലാം അഴിമതിയാണ് ഉയർന്നു വന്നത്. ഒന്നിനെപ്പറ്റി ഒരു അന്വേഷണവും ഇല്ല, ഒരു നടപടിയില്ല, ഒന്നുമില്ല. കേരളീയം എന്നും പറഞ്ഞൊരു ധൂർത്ത് മാമാങ്കം കൊട്ടിഘോഷിച്ച് നടത്തിയിട്ട് പാവങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ല. പാവങ്ങളാണെങ്കിലും ഞങ്ങൾ പായസച്ചോറ് തരാമെന്നും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയത് ഈ കേരളീയമാണ്. ആ പാവങ്ങൾക്ക് ആപ്പാടെ കിട്ടിയത് കുറേ ക്യാപ്സൂളുകളാണ്, പാർട്ടി ഇറക്കിയ ക്യാപ്സൂളുകൾ. ഇതൊന്നും ഇവരുടെ കണ്ണിൽ പെട്ടിട്ടില്ല ഇതുവരെ. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇതാണ്. അതിനെ വിളിച്ചുകൊണ്ട് പോവുക. ED അന്വേഷിക്കാൻ വന്നപ്പം തോമസ് ഐസക്ക് പറഞ്ഞത് ഇതാണ്: എല്ലാത്തിനും ഈ കാരണഭൂതനാണ് കാരണമെന്ന്. ഞാൻ മാത്രമായിട്ട് തീരുമാനമല്ല, കാരണഭൂതൻ കൂടെ അറിഞ്ഞിട്ടാണെന്ന്. ഇതുണ്ട്. പിന്നെ DYFI ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം ചിത്രീകരിക്കുന്ന ഒരു കാർട്ടൂണാണിത്. നമ്മുടെ പഴയ സിനിമയിലെ ജോസ് പ്രകാശ് മറ്റേ മുതലക്കുഞ്ഞുങ്ങൾക്ക് ഈ ആളുകളെ എറിഞ്ഞു കൊടുക്കുന്ന അതേ അവസ്ഥയിലാണ് DYFI എന്ന് പറഞ്ഞ മുതലക്കുഞ്ഞുങ്ങളിലേക്ക് പാവം വിദ്യാർത്ഥികളെ എറിഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ മരണമൊക്കെ നമ്മൾ ഈ സമയത്ത് ഓർക്കണം. ഇത് നവകേരള സദസ്സാണ്. നവകേരള സദസ്സ് ഇപ്പോൾ അടുത്ത എപ്പിസോഡ് ഇപ്പം ലോകകേരള സഭയാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. നവകേരള സദസ്സ് എന്നും പറഞ്ഞൊരു ധൂർത്ത് മാമാങ്കം നടത്തി ജനങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ലാതെ ഇവർക്ക് അർമാദിക്കാനായിട്ടുള്ള ഓരോ പദ്ധതികളായിരുന്നു ഇതെല്ലാം. മാധ്യമങ്ങളോട് എന്തുവായിരുന്നു മാധ്യമങ്ങളോടുള്ള സമീപനം? മാധ്യമങ്ങളെ ചവിട്ടി പുറത്താക്കി പിണറായി എന്നാണ് പറഞ്ഞത്. അവർക്ക് കണക്ക് ഓർത്തു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓർക്കണം. വർഗീയതയ്ക്കെതിരെ പാലൂട്ടി താരാട്ടി വർഗീയതയെ കൊണ്ട് നടന്നിട്ട് ബാക്കിയുള്ളവരുടെ പുറത്ത് പഴിചാരി രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമാണ് ഇവർ കാണിച്ചത്. പാനൂർ ഈ പാർട്ടി സഹാക്കൾ ബോംബുണ്ടാക്കി പൊട്ടി ഒരു സഹാവ് മരിച്ചിട്ട് നമ്മുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്, ആരെങ്കിലും ബോംബ് നിർമ്മിച്ചെങ്കിൽ അതിന് പാർട്ടിയുടെ മേൽ കെട്ടിവെക്കരുതെന്നാണ്. പക്ഷേ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചവരുടെ പേരിൽ ഇവർ സ്മാരകം കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. മറ്റൊരു ധൂർത്ത് പരിപാടിയായിരുന്നു മുഖാമുഖം. ഇപ്പം മുഖാമുഖത്തിന് ആളെ പാവങ്ങളെ അടുപ്പിക്കാതെ വലിയ പൗരപ്രമുഖർക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ മുഖാമുഖമൊക്കെ. അപ്പോൾ ആ മുഖാമുഖത്തിൽ പങ്കെടുക്കാനായിട്ട് ആളിനെ കിട്ടാതെ വന്നപ്പോഴത്തേക്കും മുഖാമുഖത്തിന് ആളിനെ കൊണ്ടുപോകും. മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ എന്തെല്ലാം അഴിമതി ആരോപണങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ പിന്നാലെയായിരുന്നു. ED, SFIO, CAG, CBI, അങ്ങനെ എല്ലാ ഏജൻസികളും മുഖ്യമന്ത്രിക്കെതിരെ പിന്നാലെ നടക്കുമായിരുന്നു. പക്ഷേ അതിനകത്തൊന്നും പുള്ളി പിടി വീണില്ല. അത് വേറെ കാര്യം. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്നൊരു പഴഞ്ചൊല്ലുണ്ട് പണ്ട്. ആ അവസ്ഥയിലായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി. സ്വന്തം വിദ്യാർത്ഥി സംഘടനകൾ കുട്ടികളെ കൂടെ സഹപ്രവർത്തകരെ തല്ലിക്കൊല്ലുമ്പോൾ അതിനെ ന്യായീകരിക്കാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചത്. അഴിമതിയായിരുന്നു, തൊട്ടതിനെല്ലാം അഴിമതിയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മേക്ക് ഓവറിന് ബോംബെ ആസ്ഥാനമായിട്ടുള്ളൊരു PR കമ്പനി ഇടപെട്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അപ്പം ഇതെല്ലാം PR കമ്പനി മുഖ്യമന്ത്രിയുടെ മുഖച്ഛായ മെച്ചപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു കാർട്ടൂണാണിത്.
ഇത് നമ്മുടെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ഒരു കാർട്ടൂണാണ്. തോട്ടപ്പള്ളിയിൽ നമ്മുടെ CMRL വേണ്ടിയിട്ട് കരിമണൽ കുഴിച്ചെടുത്ത് നമ്മുടെ പാവങ്ങളുടെ കണ്ണിലേക്ക് മണ്ണിടുകയാണ് മുഖ്യമന്ത്രി മറ്റേ മാസപ്പടി വിവാദത്തിൽ ഈ മറ്റേ CMRL കമ്പനി വലിയൊരു ഘടകമാണ്. CPMൻ്റെ പതനം ഏറ്റവും വേഗത്തിലാക്കിയ ഒരു ഘടകമാണ് സഹകരണ രംഗത്തെ അഴിമതി. അതാണ് സുരേഷ് ഗോപിയെ ഇത്ര ഒരു ഉയർന്ന മാർജിനിൽ തൃശ്ശൂർ ജയിക്കാൻ ഉണ്ടായ പ്രധാന കാരണം. ആ സഹകരണ രംഗത്തെ ഇവർ നശിപ്പിക്കുന്ന ഒരു കാർട്ടൂണാണിത്. പക്ഷേ ഇതൊന്നും ഇവരുടെ കണ്ണിൽ പെട്ടിട്ടില്ല. സുരേഷ് ഗോപിക്ക് മറ്റേ UDFൻ്റെ വോട്ട് കിട്ടിയതും മറ്റേ ക്രിസ്ത്യാനികൾ വോട്ട് മറിച്ചതുമൊക്കെയാണ് കാരണമെന്നുള്ള മുടന്തൻ ന്യായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരിപ്പോഴും. സത്യം പറഞ്ഞാൽ മറ്റേ സുരേഷ് ഗോപിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് നേടിക്കൊടുത്ത ഒരു സംഭവം ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലെ അഴിമതിയും പാവപ്പെട്ടവന് പൈസ കിട്ടാത്തതൊക്കെ ആയിരുന്നു. നമ്മുടെ റോഡുകളുടെ അവസ്ഥ എന്തായിരുന്നു? പിന്നെ റോഡേതാ തോടേതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥകളായിരുന്നു ഈ എല്ലാ റോഡുകളും. ഈ റോഡ് കൂടെ സഞ്ചരിക്കുന്ന ഒരു കുഞ്ഞും ഇവർക്ക് വോട്ട് ചെയ്യത്തില്ല. പക്ഷെ അതൊന്നും അവർ വിലയിരുത്തത്തില്ല. ഇവർ മറ്റേ മീറ്റിംഗ് കൂടിയിട്ട് മറ്റ് പല കാരണങ്ങളായിരിക്കും ഇവർ കണ്ടെത്തുന്നത്. ബാർക്കോഴ ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് വന്നതാണ് ബാർക്കോഴ. മറ്റേ മാണിയെ ബാർക്കോഴയുടെ പേര് പറഞ്ഞ് പീഡിപ്പിച്ചവർ അതിലും വലിയ കോഴയായിട്ട് വന്നതാണിത്. ഇതും ഇലക്ഷന് തൊട്ട് മുമ്പെയാണ്. ജനം ഒരു 100,000 പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി ജനം കഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും മുഖ്യമന്ത്രി വിനോദസഞ്ചാരത്തിന് പുറപ്പെടുകയായിരുന്നു. ഇതും അതുതന്നെ. മുഖ്യമന്ത്രി വിനോദസഞ്ചാരത്തിന് പോകുന്ന ആർക്കും ചുമതല നൽകാതെ മുഖ്യമന്ത്രി പോയിട്ട് വരിക. അപ്പോൾ പാവങ്ങൾ പറയണം എല്ലാ ദുഃഖവും ഞങ്ങൾക്ക് തരൂ, പിണറായി സഖാവെ പോയി വരുമെന്ന്. കേരളം എന്താണ് ഈ ഗുണ്ടളമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗുണ്ടകളെ സംരക്ഷിക്കാനായിട്ട് ഭരണകക്ഷി അങ്ങ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഗുണ്ടകൾ അഴിഞ്ഞാടുന്നു. അതായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ. ഇതും അതുതന്നെ. ഗുണ്ടാരാജിൻ്റെ ഒരു ചിത്രീകരണമാണിത്. ഇതും അതുതന്നെ. ഗുണ്ടാരാജ്. കേരളത്തിനെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഗുണ്ടകളാണ്. പോലീസുകാർ ഗുണ്ടകൾക്ക് ഓശാന പാടി പിന്നാലെ നടക്കുകയാണ്. മദ്യം ഇല്ലാതാക്കും, മദ്യത്തിൻ്റെ ലഭ്യത ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ മദ്യത്തിൽ കേരളത്തെ മുക്കുകയായിരുന്നു. പിന്നെ സംഭവിച്ചത് ഇതുകൊണ്ട് അഴിമതിയുടെ കാളികൻ കളിച്ചു കുളയ്ക്കുന്ന ഇതിനകത്ത് മറ്റേ പിണറായി ആകപ്പെട്ടിരിക്കുകയാണ്. പിണറായിക്ക് ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ വോട്ട് പിടിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സാധാരണ ജനങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടല്ല വോട്ട് പിടിച്ച്. അവർ പറഞ്ഞ് പാർട്ടി ചിഹ്നം സംരക്ഷിക്കാനായിട്ട് വോട്ട് തരണമെന്നാണ് പറഞ്ഞത്. പിന്നെ മുഖ്യമന്ത്രി മൈക്കിനോട് ചെയ്യുന്ന ഓരോരോ അതിക്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം പറയാം മൈക്ക് വീണ്ടും പിണങ്ങി. മൈക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, പക്ഷേ പ്രസംഗത്തിന് മുമ്പ് ഗണപതിക്ക് ഒരു തേങ്ങ ഉടച്ചേക്കണം മൈക്ക് ചാദിക്കാതിരിക്കാൻ. മൈക്കിനോടുള്ള മുഖ്യമന്ത്രിയുടെ കലിപ്പിൻ്റെ ഒരു മറ്റൊരു കാർട്ടൂണാണിത്. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങളൊന്നുമില്ല. ഒരു കാരണമായിരുന്നു ഇതുണ്ട്. നിയമസഭാ മന്ദിരത്തിലെ ഡൈനിങ് ഹാള് നന്നാക്കാനായിട്ട് 12 കോടിയാണ് ചെലവിട്ടത്. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ. കേരളത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് 2 ആത്മാക്കൾ പറയുന്നതാണ്. പെൻഷൻ കുടിശ്ശിക, കർഷകരുടെ ആത്മഹത്യ, ഇതൊക്കെ നടക്കും. ആ കർഷകരുടെ ആത്മാവാണ് കേരളത്തിൻ്റെ വളർച്ചയെപ്പറ്റി പറയുന്നത്. ഇതും റേഷൻ കടയിൽ അരിയില്ലാത്തതിനെ പറ്റിയാണ്. അന്നേരം മന്ത്രിമാർ പറഞ്ഞ അഭിമാനമാണ് നമ്മുടെ പൊതുവിതരണമെന്നാണ്. പക്ഷേ റേഷൻ കടയിൽ
ഒരു ശകലം ഒരു സാധനവും ഇല്ല, അരി ഉൾപ്പെടെ ഒരു സാധനങ്ങളും ഇല്ല. കുറ്റവാളികളെയും കള്ളന്മാരെയൊക്കെ സഹായിക്കുന്ന നടപടികളാണ് മുഖ്യമന്ത്രി കൈക്കൊണ്ടത്. അതിൻ്റെ ഒരു കാരണമാണിത്. നിങ്ങൾ ആ കാരണഭൂതനെ ഒന്ന് ചെന്ന് കാണും, സഹായിക്കാതിരിക്കില്ലെന്ന് ഒരു കള്ളനോട് ഭാര്യ പറയുക. ജനങ്ങളെ നാനാവിധത്തിൽ ദ്രോഹിക്കുന്ന ഒരു ഭരണമായിരുന്നു ഇത്. അല്ലാണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറിച്ചിട്ടോ ഒന്നുമല്ല ഈ UDF പരാജയം ഉണ്ടായത്, അല്ല LDF പരാജയം. പിന്നെ കരുവന്നൂരിലെ ഒരു നേർചിത്രമാണിത്. വോട്ട് തരുമെന്ന് CPM പറയുകയാണ്. അപ്പം ED വന്ന് കാലെ പിടിച്ചു. ഈ ഇലക്ഷൻ സമയത്ത് വരെ CPM നേതാക്കൾ ED ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുമായിരുന്നു. ഇതും അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ED വരുമ്പോഴത്തേക്ക് CPMകാർ കുഴയായിട്ട് ഇരിക്കുകയാണ്. ഇത് നമ്മുടെ ചിറ്റപ്പൻ്റെ ഒരു കാർട്ടൂണാണ്. ദല്ലാൽ നന്ദകുമാറും ചിറ്റപ്പനുമായിട്ടാണ് ബന്ധം. ഇവരുടെ ശരിക്കും അരിവാൾ ചുറ്റിക നക്ഷത്രം പ്രതിനിധീകരിക്കുന്ന പാവപ്പെട്ട രക്തസാക്ഷികൾ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇവരുടെ പുതിയ കൂട്ടുകെട്ട് ഈ ദല്ലാൾമാരുമായിട്ടാണ്. ഇതും ആ മൈക്കിനോടുള്ള പരാക്രമത്തിൻ്റെ ഒരു ദൃശ്യമാണ്. EDയുടെ പ്രാഥമിക അന്വേഷണത്തിൽ പോലും CPMന് രഹസ്യ അക്കൗണ്ടുകളും നിക്ഷേപങ്ങളും ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇതൊക്കെ ഈ പാവപ്പെട്ട ആളുകളുടെ മുന്നിലല്ലേ ഈ പാവപ്പെട്ടവരുടെ പാർട്ടി ഇങ്ങനെ പരിഹാസ്യമാകുന്നത്. തിരുവനന്തപുരത്ത് മേയർ KSRTC ബസ്സിന് കാറ് വട്ടം വെച്ച് ഒരു പ്രശ്നമുണ്ടായി. അതിൻ്റെ കാരണമാണിത്. മേയർ കാറ് കൊണ്ട് പോത്തിന് വട്ടം വെച്ച് അടിയൻ ജീവനും കൊണ്ടിഞ്ഞ് പോകുന്നെന്ന് പറയുകയാണ് ഈ യമകിങ്കർ. അതിനും മേയറുടെ കൂടെയായിരുന്നു ഭരണ സംവിധാനങ്ങളെല്ലാം. ഇത് മേയറുടെ സംഭവം തന്നെയാണ്. മേയറുടെ കാർ വരുമ്പോഴത്തേക്കും KSRTC ബസ് ഡ്രൈവർ ബസ്സും കൊണ്ട് ജീവനും കൊണ്ട് ഓടുകയാണ്. ആരോഗ്യരംഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ വിരൽ ശസ്ത്രക്രിയ ചെയ്യേണ്ട കുട്ടിയുടെ നാക്കിലാണ് ശസ്ത്രക്രിയ ചെയ്തത് മെഡിക്കൽ കോളേജിൽ. അതിനെപ്പറ്റി ഒരു കാരണമാണ്. അവന് വിരലിൽ ശസ്ത്രക്രിയ വേണ്ടെന്ന്, അതായത് വിരലെന്ന് പറഞ്ഞിട്ട് വേറെ വല്ലതും ശസ്ത്രക്രിയ ചെയ്യുക, അതാണ് അവനത് പൊത്തിപ്പിടിച്ചിരിക്കുന്നത്. BJP നേതാവായിട്ട് ചർച്ച ചെയ്ത നമ്മുടെ ചിറ്റപ്പൻ മന്ത്രി പറഞ്ഞത് ചായ കുടിക്കാനായിട്ട് ചിറ്റപ്പൻ എന്നെ കാണാനായിട്ടാണ് പ്രകാശ് ജാവദേക്കർ വീട്ടിൽ വന്നതെന്നാണ്. അപ്പോൾ പാവപ്പെട്ട കോരൻ്റെ കാല് പിടിച്ച് ചതിച്ചു മാനേജ് വേഷത്തിൽ നിന്ന് എന്നെ ചതിച്ചു. ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ലോക കേരള സഭയുടെ സാംസ്കാരിക ഉത്സവത്തിന് 1 കോടിയാണ് അനുവദിച്ചത്. കോരണിങ്ങനെ ആഹ്ലാദിക്കുക, നമ്മുടെ കോളടിച്ചെന്ന്. പാവപ്പെട്ടവന് ഭയങ്കര ഗുണമല്ലേ ഈ ലോക കേരള സഭയുടെ സാംസ്കാരികോത്സവം നടത്തുന്നതിന്. ചെളിക്കുളമായിട്ട് മാറിയ നഗരത്തിലെ റോഡുകളിൽ കൂടെ യാത്ര ചെയ്തിട്ട് യമകേന്ദ്രൻ വിളിച്ച് ചോദിക്കുകയാണ്, തലസ്ഥാനത്ത് നരക റോഡുകൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. യമധർമ്മജി അങ്ങോട്ട് കൊണ്ടുപോകണ്ട, ഇവിടെ തന്നെ വിട്ടേക്കട്ടെ എന്ന്, ഈ ആത്മാവിനെ ഇവിടെ തന്നെ വിട്ടേക്കട്ടെ എന്ന് വെച്ചാൽ നരകത്തിനെക്കാളും വലിയ പീഡനമാണ് ഇവിടെ അനുഭവിക്കുന്നത്. മദ്യം ഒഴുക്കി മദ്യം സകലമാന സ്ഥലത്ത് ഒഴുക്കാനായിട്ടുള്ള ശ്രമമായിട്ടാണ് ഈ ഡ്രൈ ഡേ എടുത്ത് കളയുക, കൂടുതൽ ബാറുകൾ അനുവദിക്കുക തുടങ്ങിയ പരിപാടികളൊക്കെ ആയിട്ട് ഈ ബാറുകാരോട് കൈക്കൂലി മേടിച്ചിട്ട് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. അതാണ് ബാർ കോഴ. അപ്പം ഈ പാവപ്പെട്ട ആളുകൾ വന്ന് ചോദിക്കും, സാറേ ഒരു ദിവസം എത്ര കുപ്പി കുടിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക പ്രയാസം തീരുമെന്ന് ചോദിക്കുക. ഇത് ഇവരുടെ മുൻഗണനാക്രമത്തിനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാരണമാണ്. കഴിഞ്ഞ കാലവർഷത്തിന് ഇരയായവർക്ക് പൈസ കൊടുത്തിട്ടില്ല. അപ്പം അബ്കാരികളും ബാർ ഉടമകളുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ പറയുകയാണ്, അടിയന്തര യോഗം ചേർന്ന് അബ്കാരികളുടെ ദുരിതം തീർക്കാനുള്ള കാര്യം ചർച്ച ചെയ്തെന്ന്. അതിൻ്റെ തന്നെ മറ്റൊരു വെർഷനാണിത്. ഇതൊരു സർക്കാർ ഓഫീസിൽ
ഫയൽ പറന്നു ഇങ്ങനെ ഒഴുകിപ്പോവുക, വെള്ളത്തിൽ ഒഴുകിപ്പോവുക. അപ്പോൾ അദ്ദേഹം പറയണം, സാർ ഒരു ഫയൽ ഒഴുകിപ്പോകുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥൻ പറയണം, അത് കഴിഞ്ഞ വർഷത്തെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസിൻ്റെ ഫയൽ പൊയ്ക്കോട്ടെ എന്ന്. പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ബാറുകൾ 29 എണ്ണമായിരുന്നു. ഇപ്പോൾ അത് 920 ആയി. അപ്പോൾ അദ്ദേഹം പറയുക, വികസനത്തിൻ്റെ ഗ്രാഫല്ല, ബാറുകളുടെ എണ്ണത്തിൻ്റെ വളർച്ചയാണ്. ബാർക്കോഴെക്കുറിച്ച് മറ്റേ ശബ്ദ സന്ദേശം കൊടുത്ത ബാങ്ക് മുതലാളിക്ക് ഒന്നും ഓർമ്മയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്, പോലീസ് ചോദ്യം ചെയ്തപ്പോൾ. നമ്മളൊരു പാവപ്പെട്ടൊരു സാധാരണക്കാരനാണ് ഈ പോലീസുകാരൻ്റെ ഇങ്ങനെ ഒന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലോ ഇതായിരുന്നതിനെ അവസ്ഥ. ഇപ്പോൾ LDF ഈ CPM-ൻ്റെ ഇലക്ഷൻ പരാജയത്തിന് ഹേതുവായ കുറേ കാരണങ്ങളാണ് ഞാൻ ഈ കാർട്ടൂണിൽ കൂടെ കാണിച്ചത്. ഇവരുടെ ചർച്ചകളിൽ ഇതൊന്നും കാണത്തില്ല. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മൂട്ടുമറിച്ചതും കാരണങ്ങളൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ യഥാർത്ഥ കാരണത്തിലേക്ക് ഇവർ വരത്തില്ല. ഇതൊക്കെയായിരുന്നു ഇവരുടെ പരാജയപ്പെടാനുണ്ടായ കാരണങ്ങളിൽ ചിലത് മാത്രം. ഈ ആഴ്ചയിലെ കാർട്ടൂൺ വീഡിയോയിൽ നിന്ന് വിട പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു.